ലീഗൽ മലയാളിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള 1-2 വീഡിയോകളിൽ നമ്മൾ UK ഇമിഗ്രേഷനിൽ ഈ അടുത്ത് വന്നിരിക്കുന്ന ചില നിയമങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ സീനിയർ കെയർ, അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, നഴ്സിംഗ് ഓക്സിലറീസ് എന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് UK വരാനായിട്ട് സാധ്യതകൾ വരുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്തവർ അത് കാണുക. അതിൽ UK ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്നിരിക്കുന്ന പുതിയ ചേഞ്ചസും അതിനെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സീനിയർ കെയർ വിസ, സീനിയർ കെയർ ജോലി, അതിൽ UK വർക്ക് വിസയിൽ വരുന്നതിൻ്റെ മറ്റു പല കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ്. ആർക്കാണ് സീനിയർ കെയർ ജോലി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സീനിയർ കെയർക്ക് എന്തെങ്കിലും പ്രത്യേക ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് പലർക്കും അറിയേണ്ട കാര്യം. അപ്പോൾ സീനിയർ കെയർ എന്ന് പറഞ്ഞ് തൽക്കാലം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കിപ്പോഴത്തെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല, എന്നാലും എൻ്റെ അറിവിൽ അത്തരത്തിലുള്ള ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ചില ആളുകൾക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള സ്കിൽസ് അവർ അക്വയർ ചെയ്തിട്ടുണ്ടാവാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നാട്ടിൽ ഓൾഡ് ഏജ് ഹോംസോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോംസോ ഒക്കെ ഒരുപാട് വന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ. അല്ലെങ്കിൽ അതൊരു ഡെവലപ്പിംഗ് ഏരിയ ആണ് നാട്ടിൽ. ഓൾഡ് ഏജ് ഈസ് ഗെറ്റിംഗ് എ ബിഗ് പ്രോബ്ലം ഇൻ ഇന്ത്യ ആസ് എ ഹോൾ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇവിടെയൊക്കെ ഉള്ള പോലെ തന്നെ എൽഡർലി ആൾക്കാർക്കുള്ള റെസിഡൻഷ്യൽ ഹോംസും അതുപോലെ കാര്യങ്ങളൊക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ദേ വിൽ ബി ഗുഡ് കാൻഡിഡേറ്റ്സ് ഫോർ സീനിയർ കെയർ വിസ. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എഗെയിൻ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള അത്തരത്തിലുള്ള ആളുകൾ, irrespective of their qualification, whether or not they have nursing qualifications, they will be eligible to apply for this job. അതിൽ തർക്കമൊന്നുമില്ല. അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, നന്നായി പെർഫോം ചെയ്ത് അവരൊക്കെ ഇവിടെ നിന്ന് ജോലികളിൽ അതൊക്കെ ചെയ്യാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, സീനിയർ കെയർ ജോലി എന്ന് പറയുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്പെസിഫിക്കലി ഇപ്പോൾ UK സെറ്റപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു നഴ്സിംഗ് ഹോം, കെയർ ഹോം സെറ്റപ്പിൽ എൽഡർലി ആൻഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെ കെയർ ചെയ്യുക, വിവിധ തരത്തിലുള്ള രോഗബാധകളും അല്ലെങ്കിൽ ഓൾഡ് ഏജ് റിലേറ്റഡ് ആയിട്ട് ജീറിയാട്രിക് കെയർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവർ ചെയ്യുന്നത്. അവരുടെ ഡേ ടു ഡേ കാര്യങ്ങളിലേക്ക് അവരെ റൊട്ടീൻ ടാസ്ക് ഒക്കെ ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സീനിയർ കെയറേഴ്സ് അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി റോളും കൂടിയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ പീപ്പിൾ മാനേജ്മെൻറ്റ്, അതായത് ഇപ്പോൾ നിങ്ങളുടെ താഴെയുള്ള ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ മോണിറ്റർ ചെയ്യുക, അവർ സൂപ്പർവൈസ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ അത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഒരു ഇഷ്യൂവേ അല്ല ഇതിന്. പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ സ്കിൽസ്. അപ്പോൾ സ്കിൽസ് എന്ന് ഞാൻ പറയുമ്പോൾ ജോബ് സ്കിൽസ് ആസ് വെൽ ആസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പോൾ അത്തരത്തിലൊരാളുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ജോബ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ യു വിൽ ബി എലിജിബിൾ ഫോർ എ വിസ ആൻഡ് യു വിൽ ബി എലിജിബിൾ ടു വർക്ക് ആസ് എ സീനിയർ കെയർ. കാരണം ആ എംപ്ലോയർ നിങ്ങളെ അസസ് ചെയ്യുമ്പോൾ ഹി വിൽ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ വർക്ക് ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, പാസ്റ്റ് റെഫറൻസസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഞാൻ പ്രത്യേകം പറയുന്നു, UK പണ്ടൊക്കെ വരുമ്പോഴും ഒരുപാട് ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് റെക്കമെൻഡേഷനൊക്കെ എഴുതി വാങ്ങിക്കുക, റെഫറൻസ് ലെറ്റേഴ്സ് വാങ്ങിക്കുക, ഇതൊക്കെ പണ്ട് നടന്നിരുന്നു. ഇപ്പോൾ അത് ജെനുവിൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ UK VI ഹോം ഓഫീസ് ഇതിലെന്തെങ്കിലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസിനെ മാത്രം നിങ്ങൾ റിലൈ ചെയ്യുക. നിങ്ങൾ ഇല്ലാത്ത എക്സ്പീരിയൻസ് എഴുതി ചേർത്ത് വരാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ you are likely to end up in trouble.
അപ്പോൾ സീനിയർ കെയറായിട്ടുള്ള ജോലിക്ക് ആർക്കൊക്കെ വരാൻ സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ കുറിച്ചിട്ട് നമ്മൾ കണ്ടു. സോ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ മിനിമം ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ്. ഇറ്റ്സ് പ്യുവർലി skills based job. So if you think you have relevant experience, if you think you're able to do the job, then obviously you are a candidate for senior carer visa. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് പറയുമ്പോഴും ഇപ്പം ഞാൻ ഇതിൽ നമുക്ക് വളരെ എളുപ്പം റിലേറ്റ് ചെയ്യാവുന്ന ഒരു ആർക്കാണ് സീനിയർ കെയർ വിസ യോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ. അത് നമ്മളുടെ ക്വാളിഫൈഡ് നേഴ്സസിന് തന്നെയാണ്. കാരണം നേഴ്സസ് അവർ ഒരു ഹെൽത്ത് കെയർ സെറ്റപ്പിൽ പല രീതിയിലുള്ള പലരും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ സെറ്റപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ദേ മേ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ ദിസ് ജോബ്. പക്ഷെ എന്നാൽ പോലും അവരുടെ നഴ്സിംഗ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ദേ മേ ഹാവ് ഹാഡ് ഇനഫ് എക്സ്പീരിയൻസ്. അപ്പോൾ അവർ ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് റീസെൻ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും മേ ബി അവർക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ട്. അപ്പോൾ നഴ്സസ് എല്ലാം കൊണ്ടും ഇതിനെ യോജിച്ച ആളുകളാണ്. പിന്നെ ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജോബ് കിട്ടാതിരിക്കുക എന്നുള്ളൊരു ഇഷ്യൂ അങ്ങനെ ഉണ്ടാവേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സീനിയർ കെയറർ വിസയിൽ വരുന്നതാണോ നഴ്സിംഗ് വിസയിൽ വരുന്നതാണോ നല്ലത് എന്നുള്ള ചോദ്യം പലരും ചോദിച്ചു കണ്ടു. അപ്പോൾ അതിന് ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഇപ്പോൾ നേഴ്സായിട്ട് വരാൻ കഴിയുന്ന ഒരാൾക്ക്, അതായത് UK നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നേഴ്സായിട്ട് UK വരാൻ സാധിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അത് തന്നെയാണ് നല്ലത്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി നേഴ്സായിട്ട് ക്വാളിഫൈ ചെയ്യുമ്പോൾ അതൊരു റെഗുലേറ്റഡ് പ്രൊഫഷനാണ്. ഇവിടെ നേരെ മറിച്ച് സീനിയർ കെയർ ഒരു റെഗുലേറ്റഡ് പ്രൊഫഷനല്ല. അതായത് ദർ ഈസ് നോ റെഗുലേറ്ററി ബോഡി മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പിന്നെ സാലറി വൈസ് നഴ്സസിന് ദേ ഗെറ്റ് ഹയർ പേ കമ്പയർ ടു സീനിയർ കെയറേഴ്സ്. അറൗണ്ട് ആനുവലി നോക്കുവാണെങ്കിൽ ഒരു മോർ ദാൻ 5,000-6,000 pounds ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നഴ്സസായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് പ്രൊവിഷൻസ് ആണെങ്കിലും വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നേഴ്സായിട്ട് വരുന്നതാണ് നല്ലത്. എന്നാൽ നാട്ടിൽ അല്ലെങ്കിൽ പുറമേ UK വെളിയിൽ നിന്ന് തിങ്ക് ചെയ്യുന്ന ഒരു അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നാട്ടിലുള്ള ആളുകൾ വിചാരിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ നാട്ടിലാണ് ഉള്ളത്, എനിക്ക് എങ്ങനെയെങ്കിലും UK പോകണം, UK പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാതെ അവിടെ തന്നെ നിൽക്കണം, പെർമനൻറ്റ് റെസിഡൻസി കിട്ടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സീനിയർ കെയർ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽമെൻറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ, അതുപോലെ തന്നെ നേഴ്സസായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്കിൽഡ് വർക്കർ വിസ റൂട്ടാണ് ഇവിടെ വർക്ക് വിസ ആയിട്ട് ഇപ്പോൾ നിലവിലുള്ള UK വർക്ക് വിസ എന്ന് പറയുന്നത് ഈ സ്കിൽഡ് വർക്കർ റൂട്ടാണ്. മറ്റ് റൂട്ട്സ് ഒന്നും തന്നെയില്ല. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരാം അല്ലെങ്കിൽ Tier 2 വിസ തരാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ അവർ ഇതിനെക്കുറിച്ച് കാര്യമായ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരല്ല എന്ന് അപ്പോഴേ മനസ്സിലാക്കുക. കാരണം ഈ വർക്ക് പെർമിറ്റൊക്കെ കാലഹരണപ്പെട്ടിട്ട് വർഷങ്ങൾ കുറേയായി. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വർക്ക് പെർമിറ്റ്. വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ എന്ന ബേസിസിൽ വർക്ക് പെർമിറ്റ് എന്ന് പറയാം. പക്ഷേ UK നിലവിൽ വർക്ക് പെർമിറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇല്ല. UK ആകെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വിസ റൂട്ട് എന്ന് പറയുന്നത് സ്കിൽഡ് വർക്കർ വിസ റൂട്ടാണ്. അപ്പോൾ അതിപ്പോൾ ഏറ്റവും മോസ്റ്റ് റീസെൻ്റ് ആണ്, ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അത് അനൗൺസ് ചെയ്തത്. സ്കിൽഡ് വർക്കർ വിസയിൽ UK വരുന്ന ഒരാൾക്ക് 5 വർഷം കഴിഞ്ഞാൽ 5 വർഷം ഇവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ 5 വർഷം വർക്ക് ചെയ്യുമ്പോൾ അവർ സെയിം ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു കൊള്ളണമെന്നില്ല, ആ വിസ റൂട്ടിൽ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് സ്കിൽഡ് വർക്കർ വിസയിൽ 5 വർഷം നിങ്ങളിവിടെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മീറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗുഡ് ക്യാരക്ടർ റിക്വയർമെൻറ്റ് എന്ന് UK പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വലിയ പ്രശ്നങ്ങളിലൊന്നും പെടാതിരിക്കുക. സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ, UK നിയമങ്ങൾ,
തുടർച്ചയായിട്ട് ട്രാഫിക് നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റ് UK നിയമങ്ങളോ നിങ്ങൾ പാലിക്കാതിരിക്കുക, അതുപോലെ ഇമിഗ്രേഷൻ ഒഫൻസുകളിൽ ചെന്നപ്പെടുക, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ ട്രബിൾ ഫ്രീ ആയിട്ട് ഗുഡ് ക്യാരക്ടർ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ UK ചില ഈ പെർമനൻറ്റ് റെസിഡൻസി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ UK ലൈഫിനെ കുറിച്ചിട്ട് നോളജ് ഓഫ് ലൈഫ് ഇൻ ദ UK എന്നാണ് അതിന് പറയുന്നത്. അതിന് 2 എലിമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ സ്കിൽ വർക്കർ വിസയിൽ വരുന്നവർ ഈ CFR B1 എന്ന് നമ്മൾ പറഞ്ഞു, വിസയ്ക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് IELTS ടേംസിൽ പറയുകയാണെങ്കിൽ IELTS 4 അത് മതി നിങ്ങൾക്ക് ഇവിടെ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ അതിനു വേണ്ടി വേറെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അതിനൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, അത് പ്രിപ്പയർ ചെയ്ത് അത് എഴുതുക. അത് അത്ര വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. അത്യാവശ്യം ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും അതുപോലെ തന്നെ 5 വർഷം നിങ്ങളോട് തുടർച്ചയായിട്ട് നിൽക്കാനായിട്ട് സാധിക്കുക, കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യാതെ. കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു 180 ഡേയ്സ് കൂടുതലുള്ള ആബ്സെൻസസ്, എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസിന് അതിൻ്റേതായ ചില പ്രിവിലേജസ് കിട്ടും. അതില്ലാതെ നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ ആ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്യും. അപ്പോൾ വീണ്ടും 5 ഇയർ കണ്ടിന്യൂറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 5 വർഷം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഇവിടെ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ആയിട്ട് ഇവിടെയുള്ള ഡിപ്പെൻഡൻറ്റ് പാർട്ട്നേഴ്സ്, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ, അവരും 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്കും പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 2500 പൗണ്ടാണ് ഒരാൾക്ക് നിലവിൽ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാനായിട്ടുള്ള ഫീസ്. പിന്നെ നിങ്ങൾ സോളിസിറ്റേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ ലീഗൽ ഫീസ് ഇല്ല. തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അത് മാത്രമേ വരുന്നുള്ളൂ. ഇമിഗ്രേഷൻ ഹെൽത്ത് കെയർ സർചാർജ് ഈ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോഴില്ല. പെർമനൻറ്റ് റെസിഡൻസി അപ്പോൾ ഒരു ഫാമിലി ഓഫ് 4 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് അറൗണ്ട് 10,000+ പൗണ്ട്സ് അതിന് വേണ്ടി ചിലവാകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK പബ്ലിക് ഫണ്ട്സിനുള്ള എലിജിബിലിറ്റി ആയി. പബ്ലിക് ഫണ്ട്സിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു UK സിറ്റിസന് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും നിങ്ങൾക്ക് ഈ പറഞ്ഞ പെർമനൻറ്റ് റെസിഡൻസി കിട്ടിക്കഴിയുമ്പോൾ ലഭിക്കും. അപ്പോൾ സീനിയർ കെയറായിട്ട് വന്നു കഴിഞ്ഞാൽ സ്കിൽ വർക്ക് വിസയിലുള്ള ഏത് ജോലിക്കാരാണെങ്കിലും അവർക്ക് 5 വർഷം തുടരുമ്പോൾ ഇനിയിപ്പോൾ മറ്റ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ കിട്ടാനായിട്ടുള്ള മറ്റൊരു റിക്വയർമെൻറ്റ്, അത് ഈ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള വിസ സ്കീമിൽ അത് വളരെ വലിയൊരു എമൗണ്ട് ആയിരുന്നു. 36,000 മീതെ ആനുവൽ സാലറി ഉള്ളവർക്ക് മാത്രമായിരുന്നു അത് സാധിച്ചിരുന്നത്. എന്നാൽ പുതിയ റൂളുകൾ പ്രകാരം 25,600, ഇതിനു മുമ്പുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ പറഞ്ഞു ഇവിടുത്തെ സ്കിൽ വർക്ക് വിസയിൽ ഉള്ള ജനറൽ കാറ്റഗറി ആളുകൾക്ക് വേണ്ട മിനിമം സാലറിയാണ് 25,600. അപ്പോൾ ഈ 25,600 ആനുവൽ സാലറി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസിക്കുള്ള എലിജിബിലിറ്റി ആയി. അപ്പോൾ ഈ 25,600 കിട്ടണമെങ്കിൽ സീനിയർ കേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു, അവർക്ക് 10 പൗണ്ട് 10 പെൻസ് ആണ് മിനിമം സാലറി. അത് പ്രകാരം 39 hours വർക്ക് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ഗെറ്റ് 20,480. അപ്പോൾ അങ്ങനെ കിട്ടിയവരോട് വന്നു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം, 4, 5 വർഷം കഴിയുമ്പോൾ അവർക്ക് 25,600 കിട്ടിയിട്ടുണ്ടാവണം. പക്ഷേ ഈ 25,600 കിട്ടാനായിട്ട് വേണമെങ്കിൽ അവർക്കൊരു 48 hours വർക്ക് ചെയ്യാം. 48 hours വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ദേ വിൽ ബി ഏബിൾ ടു ഗെറ്റ് 25,600 എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയി. ഞാനിവിടെ ഈ 25,600 എന്ന് പറഞ്ഞത് ഒരു ജനറൽ സാലറി ത്രെഷോൾഡാണ്. പക്ഷേ ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ജോലികളാണ് എങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു അവർക്ക് ഈ ജനറൽ ത്രെഷോൾഡ് 25,600 വേണ്ട, 20,480 മതി അത്തരത്തിലുള്ളൊരു ജോലിയിൽ UK വർക്ക് ചെയ്യാനായിട്ടുള്ള മിനിമം സാലറി. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ജോലി ഷോർട്ടേജ് ഓക്യുപ്പേഷൻ സ്കില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിൽ വർക്കർ വിസ ഹോൾഡർക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 20,480 കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ കറേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു കറൻറ്റ് സാലറി റേറ്റ് വെച്ചിട്ട് അവർക്ക് ഒരു 48 hours വർക്ക് ചെയ്താൽ പോലും ഈ പറഞ്ഞ 25,600 മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഏപ്രിൽ 6 മുതലാണ് സീനിയർ കറേഴ്സ് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. കാര്യം അനൗൺസ്മെൻറ്റ് ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ചിൽ വന്നിരുന്നു. 6th April തൊട്ടിട്ടാണ് അത് സംഭവിക്കുക. അപ്പോൾ അതിനുശേഷം UK വരുന്ന
സീനിയർ കെയർ അസിസ്റ്റൻസ് അല്ലെങ്കിൽ UK സ്വിച്ച് ചെയ്യുന്നവർ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ റൂട്ടിൽ കൂടെ സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിൽ സീനിയർ കെയറായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർ 20,480 സാലറി ഉണ്ട് എങ്കിലും 5 വർഷം കഴിയുമ്പോൾ പെർമനൻറ്റ് റെസിഡൻസിക്ക് എലിജിബിലിറ്റി ആവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ജോബ് മാറുക, സീനിയർ കെയറേഴ്സിനെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിന്നും മാറ്റുക, ഇതൊക്കെ PR-നെ അഫക്റ്റ് ചെയ്തേക്കാം. PR-ന് വേണ്ട സാലറിയിൽ ഒരുപക്ഷെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഷോർട്ടേജ് ഒക്യുപ്പേഷനിലുള്ളൊരു ജോലിയിലാണ് നിങ്ങൾ UK ഒരു സ്കിൽ വർക്ക് വിസയിൽ വർക്ക് ചെയ്യുന്നത് എങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് 20,480 സാലറി മസ്റ്റായിട്ടും കിട്ടിയിരിക്കണം. ഇനി നിങ്ങളുടെ ജോലിയുടെ ഗോയിങ് റേറ്റ്സ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ സാലറിയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ ആ സാലറി നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് സാലറിയാണ് £10, 10 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. 5 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ ഈ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സാലറിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ ജോബിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. മേ ബി കഴിവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ രജിസ്ട്രേഡ് ഹോം മാനേജേഴ്സോ, അപ്പം ഈ നഴ്സിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ കെയർ ഹോം മാനേജേഴ്സോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഡെവലപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നിങ്ങൾ മറ്റു രീതിയിലുള്ള ഷോർട്ട് കോഴ്സസും മറ്റുമൊക്കെ ചെയ്തിട്ട് ജോലി വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ സാലറിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നേഴ്സസ് ഒക്കെയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ IELTS-ന് റിക്വയർഡ് സ്കോർ കിട്ടാതെ വന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് 1 വർഷം 2 വർഷമൊക്കെ സീനിയർ കെയറേഴ്സായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം അവർ ഈ IELTS സ്കോറെല്ലാം മീറ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർ നേഴ്സസായിട്ട് റീക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി രജിസ്റ്റേർഡ് നേഴ്സസായിട്ട് UK വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, സീനിയർ കെയറായിട്ട് വന്നു കഴിഞ്ഞാലും നേഴ്സസായിട്ട് വന്നു കഴിഞ്ഞാലും UK സെറ്റിൽമെൻറ്റ് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകേണ്ടതില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം നേഴ്സസ് അല്ല അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സ് അല്ല, മറ്റേത് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു 25,600 സാലറി കിട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റിനുള്ള പ്രോസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പേടിയൊന്നും ആവശ്യമില്ല. നേഴ്സസായിട്ട് വന്നാലും സീനിയർ കെയറേഴ്സായിട്ട് വന്നാലും നിങ്ങൾക്ക് സെയിം നിയമങ്ങൾ തന്നെയാണ് മറ്റ് എല്ലാ കാര്യങ്ങൾക്കും. അല്ലാതെ നേഴ്സസിന് ഒരു നിയമം, സീനിയർ കെയറേഴ്സിന് മറ്റൊരു നിയമം, അങ്ങനെയൊന്നും തൽക്കാലമില്ല. വിസ പർപ്പസസിനുണ്ട്. അതുപോലെ തന്നെ ജോലികളിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് റെഗുലേറ്റഡ് പ്രൊഫഷനാണ്, ഒന്ന് റെഗുലേറ്റഡ് പ്രൊഫഷൻ അല്ല. ഈ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കഴിവുള്ളവർക്ക് ഇപ്പോൾ പേഴ്സണലി എൻ്റെ അറിവിൽ തന്നെ പണ്ട് സീനിയർ കെയറേഴ്സായിട്ട് വന്നിരിക്കുന്ന പലരും അതിനുശേഷം ഇവിടെ നിന്ന് അവരുടെ സ്കിൽസ് ഗെയിൻ ചെയ്ത് അതിലും വലിയ വലിയ തസ്തികകളിലേക്കും അല്ലെങ്കിൽ മറ്റ് റീക്വാളിഫിക്കേഷൻസൊക്കെ ചെയ്തിരിക്കുന്ന ധാരാളം ആളുകൾ പേഴ്സണലി നമുക്കറിയാം. അതുപോലെ തന്നെ പണ്ട് സീനിയർ കെയറേഴ്സായിട്ട് വന്നിട്ട് ഇതുവരെ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റാതെ നടക്കുന്ന ആളുകളും നമുക്കറിയാം. അപ്പം അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ നമ്മൾ ജനറലൈസ് ചെയ്യല്ല വേണ്ടത്. നമ്മളോട് തന്നെ ചോദിക്കുക, വേർ ഡു ഐ സ്റ്റാൻഡ്? എനിക്ക് സീനിയർ കെയറായിട്ട് പോകുന്നതാണോ നല്ലത്, അതോ എനിക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിട്ട് IELTS-ഉം OET ഒക്കെ പാസ്സായി നേഴ്സായിട്ട് പോകുന്നതാണോ നല്ലത്? അപ്പോൾ ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ, ഇപ്പം നാട്ടിൽ നിന്ന് 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ IELTS-ഓ അല്ലെങ്കിൽ OET-ഓ എഴുതി വരാൻ നോക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ 1 വർഷം ഡിലേ ആവുമെങ്കിൽ, അതിനു മുമ്പേ നിങ്ങൾക്കൊരു സീനിയർ കെയർ ഓപ്പണിംഗ് ഉണ്ട്, നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ വൈ നോട്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതിലേക്ക് മടങ്ങിപ്പോകാനായിട്ട്, അല്ലെങ്കിൽ പുതിയ ഒരു UK രജിസ്റ്റേർഡ് നഴ്സായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുമല്ല എങ്കിൽ
5 വർഷം കഴിഞ്ഞു പെർമനൻറ്റ് റെസിഡൻസി കിട്ടി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് അഡീഷണൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. പലപ്പോഴും യൂണിവേഴ്സിറ്റി കോഴ്സസും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഫീ പേ ചെയ്യാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. NHSൻ്റെ ചില ബേഴ്സറീസൊക്കെ കിട്ടും. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് കരിയർ ഡെവലപ്മെൻറ്റിനുള്ള ഒരുപാട് സ്കോപ്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഡിപ്പെൻഡൻസ്, ഒരു ഫാമിലി ഒരു മൈഗ്രേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മാത്രം ഒരു ഡിസിഷൻ അല്ലല്ലോ. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ ഹസ്ബൻഡിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ വൈഫിൻ്റെ ക്വാളിഫിക്കേഷൻ, അപ്പം അവർക്കൊരു ക്ലിയർ ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോരുന്ന ഒരു കാര്യത്തിൽ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഞാനതിൽ പറയുക, ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു റിസ്ക് എടുക്കാതിരിക്കുക. ഇങ്ങനെ സീനിയറായിട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ധൃതി പിടിച്ച് ഒരുപാട് പണം മുടക്കിയുള്ള റിക്രൂട്ട്മെൻറ്റ് സ്കാംസുകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. പണം മുടക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം, പണം മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടക്കും എന്ന് ഉറപ്പുണ്ടാകണം. അതുപോലെ തന്നെ അതിൽ എടുക്കേണ്ട പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കുക. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സീനിയർ കെയറേഴ്സിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ഡിസ്കഷനിലുള്ളത്. എന്നാൽ മറ്റ് പലരും മറക്കുന്ന ഒരു കാര്യം, നഴ്സിംഗ് അസിസ്റ്റൻസ്, ഓക്സിലറി നഴ്സസ് എന്ന ഒരു കാറ്റഗറി കൂടെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കാര്യമായ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല. അപ്പം അതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഈ നഴ്സിംഗ് അസിസ്റ്റൻസ് അതുപോലെ തന്നെ ഓക്സിലറി നഴ്സസ് സ്കിൽഡ് വർക്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ജോബ് പൊസിഷനാണ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ഓക്സിലറി നഴ്സസ്. ഇതൊരു ക്ലിനിക്കൽ സെറ്റപ്പിലുള്ള കാര്യമാണ്. അപ്പോൾ ബേസിക്കലി അവർ ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ നഴ്സസിനെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് സീനിയർ ആയിട്ടുള്ള മറ്റ് പ്രൊഫഷണൽസിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഈ കാറ്റഗറി NHSൽ അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ, അപ്പോൾ നമുക്ക് NHSൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, NHSൽ ഒരു റിക്രൂട്ട്മെൻറ്റ് പോളിസി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും കാലം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, ഓക്സിലറി നഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്തിരുന്നില്ല. സ്കിൽ വർക്കർ വിസ നിലവിൽ വന്നതിന് ശേഷം ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ സ്കീം, അതായത് NHSനും അതുപോലെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനും ഫാസ്റ്റായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തി പെട്ടെന്ന് ആളുകളെ എത്തിക്കാനായിട്ടാണ് ഈ ജോലികളെ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ പെടുത്തിയിരിക്കുന്നത്. അതിന് പുറമെ ഈ വരുന്ന, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ മാർച്ച് മാസം ആദ്യം ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലേക്ക് ഈ പറഞ്ഞ ജോലികൾ ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചിട്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഹോം സെക്രട്ടറി അത് ഇത്രയും കാലം പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മാർച്ചിൽ അത് സംഭവിച്ചു. അപ്പോൾ ഈ നമ്മളീ പറഞ്ഞ സീനിയർ കെയറേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, ഓക്സിലറി നഴ്സസ്, ഇവരെല്ലാവരും തന്നെ ഷോർട്ടേജ് ഓക്യുപ്പേഷനിൽ ഇടം പിടിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് ഇവിടുത്തെ NHSൻ്റെ റിക്രൂട്ട്മെൻറ്റ് പോളിസീസിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം അവർ റിക്രൂട്ട് ചെയ്തിരുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ നഴ്സസ്, ഇവരൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ HSA അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ് ഓർ അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റൻസ് അതുപോലെ തന്നെ ഓക്സിലറി നഴ്സസ്, അപ്പോൾ ഈ കാറ്റഗറി എല്ലാം NHSന് പുറമേ നിന്ന് റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ച് അവരുടെ പോളിസികളിൽ ഓൾറെഡി വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞു. ഈ വരുന്ന 4-ാം തീയതിക്ക് ശേഷം, ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതിക്ക് ശേഷം ഇപ്പോൾ നിങ്ങൾ ഈ നഴ്സസിനെ വേണമെന്ന് പറയുന്നത് പോലെ തന്നെ ധാരാളം അഡ്വർടൈസ്മെൻറ്റ്സ് ഓവർസീസ് നാഷണൽസിന് ഈ പറഞ്ഞ മേഖലയിൽ NHSൽ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കമ്പാരിസൺ ചോദിക്കുകയാണെങ്കിൽ, അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അധികവും വരുന്നത് നഴ്സസ് ആയിരിക്കും ഇതിന് ക്വാളിഫൈ ചെയ്യുക. നമ്മുടെ നാട്ടിൽ ഫോർമലായിട്ടൊരു നഴ്സിംഗ് അസിസ്റ്റൻ്റ്, ഓക്സിലറി നഴ്സസിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല. അങ്ങനെ മിക്കവാറും നഴ്സസ് ആണ് ഇതിലേക്ക് വരിക എന്ന് നമ്മൾ അനുമാനിക്കുക. അതായത് UK രജിസ്ട്രേഷൻ നടക്കാത്ത പല കാരണങ്ങളാൽ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഈ ജോലിക്ക് വില്ലിംഗ് ആയിട്ട് ഉള്ള ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഇനി മറ്റെന്തെങ്കിലും സാങ്കേതികതകളുണ്ടോ എന്ന് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. പക്ഷേ അത് നോർമൽ കേസിൽ അങ്ങനെ ഉണ്ടാവേണ്ട ഒരു കാര്യം ഇല്ല. So if a person is capable of taking that job and he is willing to do that,
എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച് ആ ജോലി അവർക്ക് ഓഫർ ചെയ്യാനായിട്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു നേഴ്സ്, ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു നേഴ്സ് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ അവർ NHS സെറ്റപ്പിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ നേരത്തെ തന്നെ കണ്ട് മനസ്സിലാക്കുവാനും ഈ ഓസ്കി പോലെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോൾ ദേ വിൽ ഹാവ് മോർ കോൺഫിഡൻസ് ടു ഫേസ്. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, ഓൺ ദ ജോബ് ട്രെയിനിങ് പോലെയാണ്. സോ ബേസിക്കലി ദേ സ്പെൻഡ് 1 or 2 years ആസ് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ്, അല്ലെങ്കിൽ ഓക്സിലറി നഴ്സസ്, അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റൻസ്. അതിനുള്ളിൽ IELTS സ്കോറും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതിനുശേഷം they can become fully registered nurse. അപ്പോൾ ഞാൻ സീനിയർ വരാനുള്ളവരും അതുപോലെ തന്നെ മറ്റ് കാറ്റഗറിയിൽ വരാനിരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തിരക്ക് കൂട്ടാതിരിക്കുക. ഏപ്രിൽ മാസം വരെ വെയിറ്റ് ചെയ്യുക. ഏപ്രിലിന് ശേഷം NHS അനൗൺസ്മെൻറ്റ്സ് ഉണ്ടാവും. NHSന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് ധാരാളമായിട്ട് നഴ്സിംഗ് അസിസ്റ്റൻസിനെയും നഴ്സിംഗ് ഓക്സിലറീസിനെയും UK റിക്രൂട്ട് ചെയ്യും. ഡയറക്റ്റായിട്ടും മോസ്റ്റ് ലൈക്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക UK ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിനെയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നഴ്സിംഗ് ഹോംസിലോ മറ്റോ കെയർ വർക്കേഴ്സായിട്ടോ കെയർ ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ മിക്കവാറും ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ സ്റ്റുഡൻസ് അങ്ങനെയുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെലവൻറ്റ് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും ഉണ്ട് എങ്കിൽ നിങ്ങളെ NHS ഇഫ് ദേ ആർ വില്ലിംഗ് ടു ട്രെയിൻ യു ആൻഡ് ഇഫ് ദേ ആർ വില്ലിംഗ് ടു ടേക്ക് യു ഓൺ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണിത്. NHS ജോലിയിലേക്ക് കയറാനായിട്ട് ഒരുപക്ഷെ സാധിച്ചേക്കാം. അപ്പോൾ NHS തീർച്ചയായിട്ടും ഈ നഴ്സിംഗ് ഓക്സിലറീസിനെയും നഴ്സിംഗ് അസിസ്റ്റൻസിനെയും റിക്രൂട്ട് ചെയ്യും. അവരുടെ പോളിസികൾ ഓൾറെഡി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരെയും അഡ്വൈസ് ചെയ്യുക. കാരണം നിങ്ങൾ ഒരുപാട് പണം മുടക്കാതെ നിങ്ങൾക്ക് NHSനെ സംബന്ധിച്ച് NHS റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിക്ക് പൈസ വാങ്ങിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. കാരണം നല്ല ഒരു കമ്മീഷൻ ഓരോ റിക്രൂട്ട്മെൻറ്റ് ഓരോ കാൻഡിഡേറ്റ്സിന് പ്ലേസ് ചെയ്യുമ്പോഴും അവർ നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്ക് നൽകുന്നുണ്ട്. അതിനു പുറമെ NHS റിക്രൂട്ട്മെൻറ്റ് കോൺട്രാക്റ്റ് കിട്ടണമെങ്കിൽ തന്നെ ഇത്തരത്തിൽ അണ്ടർടേക്കിംഗ് കൊടുത്തിട്ട് ആണ് ഈ പറഞ്ഞ ഏജൻസീസ് NHS സപ്ലയേഴ്സ് ആയിട്ട് മാറുന്നത്, NHS സപ്ലയർ ലിസ്റ്റിലേക്ക് അവർ കയറുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള കാലകാലങ്ങളിൽ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് പലപ്പോഴും ചില ഏജൻസികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യും. അപ്പോൾ കറൻ്റ്ലി NHSനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസി ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ദേ ആർ ഡൂയിങ് ദ ജോബ് റൈറ്റ് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്ത് പറയുന്ന ഏജൻസികൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പേപ്പറുകളിലൊക്കെ കാണുന്നുണ്ട്. പല ഏജൻസീസും സ്ഥിരമായിട്ട് നാട്ടിൽ നിന്നും നഴ്സസിനെ റിക്രൂട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ മോസ്റ്റ് ലൈക്ക്ലി ഈ ഏജൻസീസ് തന്നെ അധികം താമസിക്കാതെ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും നടക്കും. ധൃതി പിടിച്ച് നഴ്സിംഗ് ഹോമുകളിലേക്കൊക്കെ ഉള്ള സ്കാമുകളിൽ ചെന്ന് പെടാതിരിക്കുക. പൈസയൊക്കെ കൊടുത്ത് കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ആരോ വീഡിയോയിൽ പറയുന്നത് കേട്ടു, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഷോർട്ടേജ് ഓക്യുപ്പേഷനിൽ നിന്നൊക്കെ മാറ്റും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊന്നും ആധികാരികമായിട്ട് ഒരു ജോബ് ഷോർട്ടേജ് ഓക്യുപ്പേഷനിൽ എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും മാറാം. പക്ഷേ പലപ്പോഴും ഇതൊക്കെ സാധാരണയായിട്ട് ഇപ്പം ഈ ജോലികളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഷോർട്ടേജ് ഓക്യുപ്പേഷനിൽ വന്നതൊന്നുമല്ല. അപ്പോൾ ഇതിന് അതിൻ്റേതായ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസും കാര്യങ്ങളും റെക്കമെൻഡേഷൻസ് ഓഫ് ഫ്രം റെലവൻറ്റ് ബോഡീസ് ഇതിൻ്റെയൊക്കെ ബേസിസിൽ തന്നെയാണ് ജോലികൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ഇവിടുത്തെ നഴ്സിംഗ് അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ ഷോർട്ടേജ് മാറുമെന്ന് പേഴ്സണലി ഐ ഡോണ്ട് ബിലീവ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് കാലത്തേക്ക് ഇത് ഉണ്ടാവും. അപ്പോൾ ധൃതി പിടിക്കുന്നവരെന്ന് പറയുമ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് തോന്നുന്നവർ, അല്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് പെടാമെന്ന് തോന്നുന്നവർ, തീർച്ചയായിട്ടും അവർക്ക് അത് ട്രൈ ചെയ്യാം. പക്ഷേ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂഷണത്തിന് വിധേയരാവാൻ പോകുന്നതും ഫൈനാൻഷ്യൽ സ്കാംസിലൊക്കെ ചെന്നപ്പെടാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഷോർട്ടേജ് ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നാഷണൽ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ്. സോ
നിങ്ങൾ വലിഞ്ഞു കയറി വരുന്നവരല്ല. നിങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്, നിങ്ങളുടെ സ്കിൽസ് ഇവിടേക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തോ ആയിക്കോട്ടെ. മലയാളികളുടെ ഒരു ടേംസിൽ എന്ന് പറയുമ്പോൾ നേഴ്സസ് വലിയ ആൾക്കാർ, അല്ലെങ്കിൽ സീനിയർ കോളേഴ്സ് ചെറിയ ആൾക്കാർ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ്. പക്ഷേ ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു ജോലിക്കും അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്, അല്ലെങ്കിൽ അംഗീകാരമുണ്ട്. ജോലി ചെയ്യുന്നു, ജോലി കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈക്വൽസ് ആണ്. അതിന് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല ഇതിൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നിശ്ചയിക്കപ്പെടുന്നത്. നേരെ മറിച്ച് വെദർ യു ആർ സ്യൂട്ടബിൾ ഫോർ ദ ജോബ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമുള്ള ജോലിയാണോ, ക്യാൻ യു ഡു ഇറ്റ്. കാരണം നഴ്സിംഗ് ഹോം, കെയർ ഹോംസിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മുടെ ആളുകൾ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും കാലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എത്രയോ ആളുകൾ, മിക്കവാറും തന്നെ പല ഫാമിലീസിൽ നിന്നും 2 പേരും NHS ജോലികളിൽ. അപ്പോൾ ഇതിലുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫ് എന്ന് പറയുന്ന പാർട്ട്ണർ, ഇവർ പ്രീവിയസ് ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും ആയിക്കോളണമെന്നില്ല. സോ ബട്ട് ദേ ഗെറ്റ് ഇൻ ടു ദിസ് ആൻഡ് ദേ ഗെറ്റ് ട്രെയിൻഡ് ഓൺ ദ ജോബ് ആൻഡ് ദേ ആർ ഡൂയിങ് ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഓൺലി തിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ജോലി ചെയ്യാനുള്ള മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്, അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം, മുൻപുള്ളൊരു പ്രവൃത്തി പരിചയം, ഇതൊക്കെ ഉണ്ട് എങ്കിൽ സീനിയർക്കാരായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് പെർമനൻറ്റ് റെസിഡൻസിയൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനു മുമ്പ് ഒരുപാട് പേര് ഈ രീതിയിൽ ഇവിടെ UK എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലീഗൽ മലയാളിയുടെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.